പോയി കള്ളി കൈ പൊള്ളിയെന്നാ തോന്നുന്നത്. കൈ പൊള്ളിയാലെന്നാ ഫോണൊരെണ്ണം വന്ന്. ഹലോ മോഹനമേന്ദ്രൻ അല്ലയോ? മോഹനമേന്ദ്രൻ അല്ലെന്നാരാ പറഞ്ഞേ? അല്ല, ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുവാണോ, കിട്ടുന്നില്ല. എങ്ങനെയാ വിളിച്ചേ? ഫോണിൽ കൂടി വിളിച്ചിട്ട് കിട്ടാണ്ട് തെറി അങ്ങ് വിളിച്ച്. ഫോണിൽ കൂടെ വിളിച്ചിട്ടാ കിട്ടാഞ്ഞത്. നേരിട്ട് ഇങ്ങോട്ട് വന്ന് വിളിച്ചു നോക്ക്, അന്നേരം അറിയാം മോഹനമേന്ദ്രയുടെ കഴിവ്. ഒരു പണിയുമില്ല. വൈദ്യരെ രക്ഷിക്കണം, വൈദ്യരെ രക്ഷിക്കണം. രക്ഷിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കയറി വരണോ? കയറി പോടാ മക്കള്, കയറി പോ. വൈദ്യരെ രക്ഷിക്കണം. എന്താ പറ്റിയത്? വൈദ്യരെ ഇവനെ വിഷമുള്ള എന്തോ കടിച്ചതാ, ഒന്ന് നോക്കിയേ. നോക്കട്ടെ. ഇവന്റെ മുഖം കണ്ടിട്ട് പാമ്പാണെന്ന് തോന്നല്ലോ. ഇവനോ? എവനല്ലടോ, കടിച്ചത് പാമ്പാന്ന് തോന്നുന്നു. പാമ്പാ? അല്ല, വൈദ്യര് ഒറ്റയ്ക്കുള്ളൂ, ഇവിടെ സഹായത്തിനൊന്നും ആരും ഇല്ലയോ? ഒരാളുണ്ട്. അവനെത്തിയേ? അവനകത്ത് തിരുമിക്കൊണ്ടിരിക്കുന്നു. അത് ശരി. അപ്പൊ ഇവിടെ കിടത്തി തിരുമ്പൊക്കെ ഉണ്ട് കേട്ടോ. കിടത്തി തിരുമല്ലടോ, തേങ്ങാതിരുമെന്ന്. ഉച്ചയ്ക്ക് ചോറിനായിട്ട് ചമ്മന്തി അരയ്ക്കുന്നു. പൊന്ന് വൈദ്യരെ, നമുക്ക് ചമ്മന്തിയൊക്കെ പിന്നെ അരയ്ക്കാം. ഇവനെ ഒന്ന് രക്ഷിക്കേ. വൈദ്യരെ, ഞാൻ രക്ഷപ്പെടുവോ? താൻ എന്നും ജോലിക്ക് പോകാറുണ്ടോ? ഇല്ല. എന്നാ താൻ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല. പൊന്ന് വൈദ്യരെ, അവൻ അതല്ല ചോദിച്ചത്. പാമ്പ് കടിച്ചതല്ലയോ? അവൻ രക്ഷപ്പെടുന്ന ചോദിച്ചത്. എത്ര മണിക്കാ തന്നെ പാമ്പ് കടിച്ചേ? വൈകിട്ട് 4 മണിക്കാ. അത് ചായയുടെ കൂടെയുള്ള കടിയാ. കുഴപ്പമില്ല, രക്ഷപ്പെടും. സ്നാക്കല്ല കടിച്ചത്, സ്നാക്കാ. വൈദ്യരെ, ഈ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം എടുക്കാൻ വെക്കുവോ? എടാ പൊട്ട, ഇപ്പൊ നിന്നെ മാത്രമല്ല പാമ്പ് കടിച്ചോളൂ. ഇനി വൈദ്യര പാമ്പിനെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് വേണം നമ്മൾ 3 പേരും കൂടെ ഒരു ടീം ആകുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് കൊത്താന്. വേണോ? അല്ല വൈദ്യരെ, വൈദ്യരെ പാമ്പിനോട് വിളിച്ചു വരുത്തിയായിരുന്നല്ലോ വിഷം ഇറക്കാൻ വേണ്ടി. അതിന് എപ്പോഴാ പറഞ്ഞു വിട്ടത്? അത് വന്നിട്ട് അതിന്റെ പണിയും ചെയ്തിട്ട് അപ്പോഴേ പോയില്ലേ? ഇവിടുത്തെ കോൺക്രീറ്റ് ആയിരുന്നോ? കോൺക്രീറ്റ് അല്ല, അത് വന്ന് വിഷം എടുക്കാൻ വന്നു, വിഷം എടുത്തു, തിരിച്ച് രാത്രി തന്നെ പോയി. ആ പാവം പാമ്പിനെ രാത്രി പറഞ്ഞു വിട്ടോ? ഇവരാണ് പാവങ്ങള്. ഇവർക്ക് കോടികളുടെ ആസ്തിയുണ്ട്. കോട്ടയം പാമ്പാടിയാറ ഇവരുടെ നാഗമ്പടോ. ഇവർക്ക് അവിടെ ഇരിക്കാതെ കറങ്ങി നടക്കുക. വൈദ്യരെ എന്തെങ്കിലും മരുന്നുണ്ടെ അവനെ കൊണ്ട് കൊടുക്ക. അത് പിന്നെ പച്ചമരുന്ന് കഴിക്കണം. അത് നടക്കത്തില്ല. എന്താ കാര്യം? ഞാൻ രാത്രിയിലേ ചുമന്ന മരുന്ന് കഴിക്കുന്നുണ്ട്. അത് വിഷം കയറാനുള്ള മരുന്നാ, ഇത് വിഷം ഇറങ്ങാനുള്ള മരുന്ന്. അല്ല വൈദ്യരെ, എന്തെങ്കിലും മരുന്നെങ്കിലും അവന് കൊടുക്ക. മരുന്നുണ്ട്, പക്ഷെ പത്യം നോക്കണം. അത് ശരി. കടിച്ച പാമ്പിനും പത്തി, കടിക്കുന്ന മരുന്നിനും പത്തി. ഇവരുടെ അളിയനോ അല്ലടോ, ഞാൻ കൊടുക്കുന്ന മരുന്നിന് പത്യമുണ്ട്. അന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാം അങ്ങോട്ട്. ഇവിടെ പാമ്പ് കടിച്ചാൽ ഉറങ്ങാൻ പാടില്ല. അതെങ്ങനെ വൈദ്യരെ ശരിയാവുന്നേ? പാമ്പ് ഇവനെ കടിച്ചിട്ട് അങ്ങ് പോയില്ലയോ? അതിന് ചെന്ന് കിടത്തിന് ഉറങ്ങുവാണോ, ഇനി ഇവനെ കടിച്ചൊരു സന്തോഷത്തിൽ കിടന്ന് തുള്ളിച്ചാടോ എന്നൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എടോ, അതല്ല പറഞ്ഞത്. പാമ്പ് കടിച്ചയാൾ ഉറങ്ങാൻ പാടില്ല. അതിന് ഞാൻ എന്ത് ചെയ്യണം വൈദ്യരെ? അതിന് ശംഖുപുഷ്പം വെച്ച് കണ്ണെഴുതണം. വൈദ്യരെ, ഈ കൺമഷി വെച്ച് കണ്ണങ്ങ് എഴുതിയാ പോരെയോ? ഇയാളെ കൺമഷി വെച്ച് കണ്ണും എഴുതി പൊട്ടും തട്ട് പൗഡർ എഴുതി ഇയാളെ അവിടെ ഫാഷൻ ഷോയ്ക്ക് കൊണ്ട് നടക്കാൻ പോയില്ലയോ? ഇവിടെ ശംഖുപുഷ്പം വെച്ച് തന്നെ കണ്ണെഴുതണം. എന്റെ പൊന്ന് വൈദ്യരെ, അത് നടക്കത്തില്ല. അതെന്താ കാര്യം? പിന്നെ ശകുന്തള ഓർമ്മ വരും. ശകുന്തള ഓർമ്മ വരും അല്ലേ? വൈദ്യര് കേട്ടിട്ടില്ലയോ? ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞൊറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ, ശകുന്തളേ. ഇവനോ ഭ്രാന്ത്. വൈദ്യര് എന്തോ എന്റെ കേടാ. എന്റെ ഈ മുറിവൊന്ന് നോക്ക്. ഇതിനാ പറഞ്ഞ് ശംഖുപുഷ്പം വെച്ച് കണ്ണെഴുതണമെന്ന്. വൈദ്യരെ, ശംഖുപുഷ്പം വെച്ച് കണ്ണെഴുതിയ വിഷം ഇറങ്ങുമോ? പിന്നെ ശംഖുപുഷ്പം വെച്ച് കണ്ണെഴുതിയ വിഷം ഇറങ്ങും. എനിക്ക് തന്നു വിടണം. എന്തിന്? ഈ പാമ്പിനെക്കാട്ടി വലിയൊരു വിഷം എന്റെ വീട്ടിലുണ്ട്. അതാരാ? എന്റെ അമ്മായിയമ്മ. ഇറങ്ങി പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ. പോട്ടെ. വൈദ്യരെ, ഇത് വല്ല നടക്കുവോ? ഇടോ, അകത്ത് വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ പോയി വെള്ളത്തിനെ സമാധാനിപ്പിച്ചിട്ട് വരാം. അതല്ലെന്ന്, നമ്മുടെ മരുന്നിനുള്ള വെള്ളം ചൂടാവുക. എന്നാ പിന്നെ ഉണ്ടാക്ക്. അതൊക്കെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റത്തൊന്നും. അതിന് 3 കൂട്ടുണ്ട്. 3 കൂട്ടുണ്ടല്ലോ ഇവിടെ തന്നെ. അതേതാ? വൈദ്യര് ഞാൻ ഒരു കൂട്ട്, വൈദ്യര് ഇവന് ഒരു കൂട്ട്, ഞാൻ ഇവനൊരു കൂട്ട്. 3 കൂട്ടായോ? എന്നാ പിന്നെ കൂട്ട്. അല്ല വൈദ്യര്, മരുന്ന് എങ്ങനാ? അതാ ഞാനും ഇപ്പൊ ആലോചിക്കുന്നേ. ഒരു കാര്യം ചെയ്യാം, താനൊരു 50 രൂപ ഞൊട്ടെ. 50 തികയോ? 50 പറ്റത്തില്ല, 150 രൂപ ഇടും. അതാണ്ട് 150. താനും ഇടും 350. 300 ആയേ? ബാക്കി ഒരു 100 രൂപ വൈദ്യരെ കൊണ്ടിട്ട്. 100 രൂപ ഞാനിടാം. മരുന്നുള്ള പൈസ ആയില്ലോ? ആയി. ഈ മരുന്നിന് ആര് പോവും? മരുന്നിന് ആര് പോവും? മരുന്നിന് ഇവൻ തന്നെ പോവും. എടോ, ഇയാൾക്ക് വല്ല പണിയുണ്ടോ അവിടെ? എന്റെ പൊന്നു വൈദ്യരെ, ഇവനെ പറഞ്ഞു വിടണ്ട. എന്താ കാര്യം? അവൻ മരുന്ന് മേടിക്കാൻ പോയിട്ട് ശകുന്തളയുടെ വീട്ടിൽ തെക്ക് വശത്തോടെ വന്നപ്പോഴാണ് ഈ പാമ്പ് കടിച്ചത്. അത് ശരി, തെക്ക് വശത്തോടാ കയറി വന്നേ. അപ്പൊ ഇവനെ പാമ്പല്ല കടിച്ചത്. പിന്നെ എന്തോ കടിച്ചത്? അവന്റെ കാല കാരമുള് കൊണ്ടാണോ? അത് ഇത്ര കറക്റ്റ് ആയിട്ട് വൈദ്യർക്ക് എങ്ങനെ അറിയാം? അത് എനിക്കറിയാമോ. താനിങ്ങോട്ട് നോക്കിക്കേ, ഇത് മൊത്തം കാരമുള്ളു കണ്ട പാടാ. വൈദ്യരെ ചുമ്മാ